ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. അപ്പോൾ ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും അതെല്ലാവർക്കും റിസൾട്ട് തരുന്നത് നമുക്ക് 100% പറയാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ചിലർ റിസൾട്ട് ഉണ്ടെന്നും ചിലർ റിസൾട്ട് ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ് പാക്കിനെ കുറിച്ച് പറയുമ്പോഴും ഫസ്റ്റ് തന്നെ അത് പറഞ്ഞത്. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫേസിലേക്ക് യൂസ് ചെയ്യുമ്പോഴും അത് നമ്മുടെ സ്കിൻ ടൈപ്പിന് എത്രത്തോളം സൂട്ടാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രൈ ചെയ്യുന്ന ഫേസ് പാക്കിന് മാത്രമേ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ 1 ടീസ്പൂണോളം തൈര് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് നമുക്ക് ടൊമാറ്റോൻ്റെ പേസ്റ്റാണ്. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി കൊണ്ട് പിഴിയുമ്പം തന്നെ അതിൻ്റെ നീര് നമുക്ക് കിട്ടും. അപ്പോൾ അതെടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബ്രൂ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് പച്ചരിപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പുട്ടിൻ്റെ തരിതരിപ്പുള്ള പൊടി എടുക്കരുത്. നല്ല സ്മൂത്തായിട്ട് നല്ല പൗഡർ പോലെ പൊടിഞ്ഞ പൊടി വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുട്ടിൻ്റെ എല്ലാം പച്ചരിപ്പൊടി എടുക്കുകയെന്നാണെങ്കിൽ അതിൽ തരിതരിപ്പ് നമ്മളൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ തരിതരിപ്പുള്ള ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ഫേസ് അപ്പം സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ അരിപ്പൊടിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കടല മാവ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഗോതമ്പ് മാവ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്കിൻ ടൈപ്പിന് ഇതിൽ ഏത് പൊടിയാണ് ഏറ്റവും കൂടുതൽ സൂട്ടാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാനാണെങ്കിൽ ഭയങ്കര ബെസ്റ്റ് റിസൾട്ടാണ് ഇതിന് കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ ഫേസ് ഒന്ന് കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേസിൽ ഈ ഫേസ് പാക്കുകൾ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ താടിയുടെ ഭാഗത്തു നിന്ന് മേലിലേക്ക് സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടും. നമ്മൾ താഴോട്ടേക്ക് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് തൂങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. മസാജ് നല്ലതാണ്, പക്ഷേ നമ്മൾ ചെയ്യുന്ന മസാജിൻ്റെ രീതി തെറ്റിപ്പോയാൽ അതും പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ നമ്മുടെ ഫേസിലേക്ക് ഒരു 30 മിനിറ്റെങ്കിലും വെക്കുക. അതിനുശേഷമാണ് നമ്മൾ കഴുകിക്കളയേണ്ടത്. അല്ലെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാനാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതൊരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് കഴുകിക്കളയാണ്. ഫസ്റ്റ് യൂസ് തന്നെ ഒരു ഗ്ലോ ഉണ്ടാവും, പക്ഷേ അതൊരു 24 അവേഴ്സ് മാത്രമേ നിൽക്കൂ. നിങ്ങൾക്കിത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്തിട്ട് മുഖത്തുനിന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കുക. സോപ്പൊന്നും ഉപയോഗിച്ചിട്ട് കഴുകിക്കളയരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങളിങ്ങനെയുള്ള ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുറത്തൊന്നും പോകാനൊന്നും ഇല്ല, അതായത് വെയിലത്തിറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത സമയത്ത് വേണം ചെയ്യണം. അതായത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഏതൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത് കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചെയ്യാനാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാം അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.